ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ഇറാൻ പിന്മാറി എന്നാണ് വാർത്ത. തങ്ങളുടെ നേതാവിനെ വധിച്ച അമേരിക്ക വേദിയാകുന്ന ലോകകപ്പിന് ഇല്ല എന്ന് ഇറാൻ കായിക മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അഹമ്മദ് ഡൊയാൻ മാലി പറയുന്നു. അനിൽ വാസ്തേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, മധ്യപൂർവേഷ്യൻ സംഘർഷം അത് കളിക്കളങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് ഇപ്പോഴത്തെ ഈ വാർത്തയെ കാണേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത് ഒരു പ്രതീക്ഷിച്ചിരുന്ന തീരുമാനം തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്ന ഈ യുദ്ധം തുടങ്ങിയ ആ സമയത്ത് തന്നെ ലോകകപ്പിൽ കളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ കായിക മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഒരു വലിയ തീരുമാനത്തിൽ എത്തേണ്ടത് സർക്കാരിൽ നിന്നൊരു അന്തിമ തീരുമാനം കിട്ടിയ ശേഷം മാത്രമെന്ന് അന്ന് സൂചന നൽകി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തീർത്തും വ്യക്തമാക്കുന്നു, ഞങ്ങൾ എന്തായാലും അമേരിക്ക വേദിയാകുന്ന ലോകകപ്പിൽ കളിക്കാനില്ല എന്നുള്ളതാണ്. തങ്ങളുടെ നേതാവിനെ വധിച്ച ഒപ്പം 9 മാസത്തിനിടെ 2 തവണയാണ് ഇറാന് നേരെ യുദ്ധമുണ്ടായത്, ഇല്ലെങ്കിൽ ആക്രമണം ഉണ്ടായത്. അതിൽ നിരവധി തങ്ങളുടെ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ പോയി കളിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ ലോകകപ്പിൽ ജി ഗ്രൂപ്പിലാണ് ഇറാൻ വരുന്നത്. അവരുടെ 3 മത്സരങ്ങൾ അമേരിക്കയിലാണ് നടക്കുന്നത്. 3 രാജ്യങ്ങൾ മെക്സിക്കോയും കാനഡയ്ക്കും ഒപ്പമാണ് അമേരിക്ക ഈ ലോകകപ്പിന് വേദിയാവുന്നത്. പക്ഷേ ഇറാന്റെ 3 മത്സരങ്ങളും അവിടെയാണ് നടക്കുന്നത്. എന്തായാലും ഇറാൻ പിന്മാറിയിരിക്കുന്നു. ഇനി എന്താണ് ഫിഫ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് അറിയേണ്ടത്. പകരം ടീമിനെ ഉൾപ്പെടുത്തുമോ അതോ ഇറാനെ അനുനയിപ്പിക്കാൻ തയ്യാറുമോ എന്നത് പ്രജൽ. ശരി, അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.